ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായി വായിൽ വെള്ളം വരുന്ന മാങ്ങാച്ചാറിനാണ്. അപ്പം ഞാൻ അതിലേക്ക് ഒരു പാനല്ല ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എള്ളെണ്ണ ഇട്ടിട്ട് അടുത്തതായിട്ട് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉലുവ രസത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഉലുവയില്ലെങ്കിൽ കടുവ ഒപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉലുവ എൻ്റെ അടുത്ത് ഇടുന്നുണ്ട്, രണ്ടും ഇടുന്നുണ്ട്. കടുവ ഇടുന്നുണ്ട്, ഉലുവ ഇടുന്നുണ്ട്. ഉലുവ ഇട്ട നല്ല രസം കൂടിയാണ്. അപ്പോൾ ഞാൻ കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതൊന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് കാക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടാനായാണ്. അപ്പോൾ ഇനി ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് അരച്ചാണ്, വറുത്തരച്ചാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്കിൻ്റെ വെള്ളവും കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. എൻ്റെ മുളകിൽ തന്നെ വെള്ളം ഉണ്ടായിനി. ഞാൻ അതേ വെള്ളം മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ശുദ്ധവെള്ളം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിന് ശേഷം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നെങ്കിൽ ഏത് തരം അച്ചാറാണ് എപ്പോഴും എല്ലാ കൊല്ലം ഇടാറുള്ളത് എന്ന്. ഞാൻ ഏത് റെസിപ്പി ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ആദ്യം വരുന്ന കമൻറ്റിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാൻ കേട്ടോ. നന്നായി മിക്സ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കാവൂ. അത് കട്ട പിടിച്ച് നമുക്ക് അച്ചാറൊന്ന് ടേസ്റ്റ് കുറഞ്ഞു പോകും കേട്ടോ. എന്താണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 8-9 മാങ്ങ ഉണ്ടായിന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ കുറേ ആവില്ല. നിങ്ങൾക്ക് എത്ര മാങ്ങ വെച്ചിട്ടാണെങ്കിൽ അച്ചാറൊക്കെ ആവുന്നതാണ്. ഒരാളാണെങ്കിൽ 1 മാങ്ങ 2 മാങ്ങ അങ്ങനെയെല്ലാം മതി. നമ്മുടെ ഇപ്പോൾ 7 ആൾ ഉണ്ട്, അതിനോട് ഇത്ര മാങ്ങ ഇട്ടാണ്. എന്നിട്ടൊന്ന് നല്ല പങ്ങൽ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പാങ്ങൽ മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഫുള്ളായിട്ട് നല്ല അച്ചാർ തയ്യാറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാങ്ങലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പം നമ്മൾ ഏകദേശം അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെറൈറ്റി അച്ചാറാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അച്ചാർ. നമ്മൾ കഴിച്ചു നോക്കി എന്ത് ടേസ്റ്റാണ് അറിയാം. വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോ.